ശവക്കോട്ട എവിടെയാടാ? ശവക്കോട്ടെ ചരമക്കോളെ അതല്ലേ ഇതാ നടക്കുന്നത്. ആണോ? പകുതി എനിക്ക് പകുതി നിനക്ക്. ഓക്കെ ഓക്കെ. സത്യം പറഞ്ഞാണ്ടല്ലോ, നമുക്ക് ഇവിടെ ഒന്നുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ, മുതലാളിമാര് വരുമ്പോ ഉള്ള അത് നീ വന്നേ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇവിടെ ആരും ഇല്ലല്ലോ ഇപ്പൊ. നീ വാ, എനിക്കൊരു വീഡിയോടാ. എടാ, ഒരു ഫുള്ളായിട്ട് നമ്മൾ വലിക്കുന്നത്, നമ്മൾ പകുതി പകുതി വലിച്ചാൽ മതി. ഇവിടെ അതിനെന്താ പകുതി പകുതി നമ്മൾ എടുക്കുന്നത്? ഈ കടയുടെ പേരെന്നാ? പപ്പാതി ഹോട്ടൽ. പിന്നെ പകുതി പകുതി വലിച്ചാ പോരെ? ഇവിടെ നമ്മളെ മുതലാളിമാര് തമ്മിൽ പല വിഷയങ്ങളുണ്ടാവും. അവന്മാരെ അടി കൂടും, പിടി കൂടും, ചിലപ്പോ കൊലപാതകം വരെ നടക്കും. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലല്ലോ, നമ്മൾ ഒരു ഹോട്ടലിൽ പണി പഠിച്ചിറങ്ങി വരല്ലേടാ. പണി പഠിച്ചെന്ന് പറയണ്ട, നോക്ക് നിന്ന് കണ്ടിട്ടെങ്ങ് പോന്നു. അതുകൊണ്ട് മുതലാളിമാര് കാണുമ്പോ നമ്മൾ എപ്പോഴും ഭയങ്കര ശത്രുതയിലായിരിക്കണം. അവര് പോയി കഴിയുമ്പോ നമ്മൾ പഴയതുപോലെ തിക് ഫ്രണ്ട് ആയിരിക്കണം. തിക് ഫ്രണ്ട്. കേട്ടോളിയാ? കേട്ടവളിന്നല്ല, കേട്ടോ അളിയാ. കേട്ടളിയാ. മാറിപ്പോയി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കൾച്ചർ ഇല്ലാത്ത ഫാമിലിയോട് സംസാരിക്കാൻ പോകാൻ. ഞാൻ പറഞ്ഞില്ലേ? അതല്ല, അവൻ ഇങ്ങോട്ട് വന്നോണ്ട് ഞാൻ തിരിച്ച് ബദലിനെ അങ്ങോട്ട് ഓടിയതാ. ഇനി അങ്ങോട്ട് പോകണ്ട. കാലൊന്നും സ്ലിപ്പായി പോയതല്ലേ. ഇനി സ്ലിപ്പ് ആയാൽ ഇവിടെ നിന്ന് സ്ലിപ്പ് ആവും. ആ പുല്ലൻ ഇതെവിടെ? പുല്ലൻ വന്ന് ഞാൻ അപ്പൊ കയറി പിടിച്ചോണം. ഏത് പുല്ലൻ? ആ ഗ്യാസുകാരനെ. ഗ്യാസുകാരൻ. അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഉരുട്ടിട്ട് പിടിച്ച ഞാൻ ഗ്യാസ് കുറ്റി മേടിച്ചിരിക്കും. അവൻ വന്ന ഉടനെ തന്നെ സാധനം പൊക്കിയെടുത്ത് നമ്മൾ അടുക്കളയെ കൊണ്ട് വെച്ചോളാം കേട്ടോ. ആണാ? അത് തന്നെ എനിക്ക് പറയാം. അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കാതെ സാധനം പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ചോളണം. അതൊക്കെ ഞാൻ ഏറ്റല്ല. വന്നു ആകപ്പാടെ ഒരു ഗ്യാസ് കുറ്റിയുള്ളൂ. രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കിട്ടാ ഞാൻ ഇത് ആർക്ക് കൊടുക്കും? എടാ, നിനക്ക് 2 ഗ്യാസ് കുറ്റിയോട് വരാൻ മേലായിരുന്നോ? അയ്യാടാ, 2 ഗ്യാസ് കുറ്റി പൊക്കൊണ്ടുവരാനേ. ഞാൻ അണ്ടർടേക്കർ അല്ല. അണ്ടോർ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പറ, ഇത് ആർക്കാ ഞാൻ കൊടുക്കണ്ടേ? ഇതെന്റെ ഭർത്താവല്ല. ഇത് ഇവിടുത്തെ ഫുഡ് മേക്കറാ. കൊച്ചമ്മ അങ്ങനെ പറയല്ലോ. കൊച്ചമ്മയുടെ ചായ തുപ്പിയത് കൊച്ചമ്മ അറിഞ്ഞല്ലേ? എന്നെ പറഞ്ഞു വിടല്ലോ കൊച്ചമ്മ. എന്റെ ചായ തുപ്പിയിരിക്കായിരുന്നില്ല എത്രയും നേരം. ഇത് കുക്കാണെന്നാ പറഞ്ഞത്. ഞാൻ കൊക്ക്. കൊക്കല്ലോ കൊക്ക. പൈസ ഞാൻ പോട്ടെന്നാ. പൈസ പപ്പാതി അങ്ങ് തരും. പപ്പാഞ്ഞി തരുമെന്നോ? പപ്പാനിയല്ല, പപ്പാതി തരുമെന്ന്. പറ്റിയാൽ എനിക്ക് ഒരു ഒക്കം പൈസ കിട്ടണം. അതെ, ഈ കടയിൽ എന്ത് കൊടുത്താലും പപ്പാതിയെ കൊടുക്കൂ. ഈ ഹോട്ടലിന്റെ പേര് തന്നെ എന്താ? എന്താ? പപ്പാതി ഹോട്ടൽ. അത് മനസ്സിലായില്ലായിരുന്നോ? ഇതാണോ മുതലാളിമാരുടെ അച്ഛൻ? അതെ അതെ അതെ. പുള്ളി തന്നെ വെട്ടിക്കീറുമായിരുന്നോ? അല്ല, ജനാസന്ധനെ വലിച്ചു കീറുന്ന പോലെ വലിച്ചു കീറിയതാ. എനിക്കൊന്നും അറിയാൻ എനിക്ക് പൈസ കിട്ടണം. ഞാൻ അപ്പുറത്ത് ഇപ്പൊ കേസ് കൊടുത്തിട്ട് വരും. പൈസ എടുത്ത് വെച്ചേക്കണം കേട്ടല്ലോ. ഇവിടെ ആരെങ്കിലും മരിച്ചോ? അത് അങ്ങനെ വെച്ച് കരിങ്കൂടി നോക്കിയിരിക്കണം. കരിങ്കൂടി അല്ല, ഇത് ഒന്നാണ്. വേണ്ട, ഇവയില്ലേ ഇവൻ പൊറോട്ട അടിക്കുന്ന പുതിയ വെള്ള തോർത്ത. അവന്റെ തോർത്ത് കണ്ടോ? ഒന്ന് വിരിച്ചു കാണിച്ചാടാ. കണ്ടോ? പുതിയ വറുത്തരച്ചപ്പോ മല്ലി കൂടി പോയതാ. നല്ല ഹോട്ടൽ. എന്തായാലും ഗ്യാസിന്റെ പൈസ എടുത്ത് വെച്ചേക്കണം. അതെടുത്ത് വെച്ചേക്കാം. നീ നോക്കിക്കോ, എന്റെ ചേട്ടൻ കൂടെ ഒന്ന് കാണിച്ചു തരും. നിന്റെ ചേട്ടൻ കൊറേ കാണിക്കാൻ പേടിയായിരുന്നു. വിളി അങ്ങോട്ട് ചേട്ടനാ. ചേട്ടാ, മോദാ, ലാളി. എന്താ പ്രശ്നം തോന്നുന്നു? ഗ്യാസ് ഇല്ല. ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ മതി. അവൾ ഈ ഗ്യാസ് എനിക്ക് തരുന്നില്ല. ഇവിടെ ആരും വലിയ മേന്മയൊന്നും കളിക്കണ്ട. ഒരു ഗ്യാസ് കുറ്റിയേ ഉള്ളൂ. പകുതി നമ്മൾ എടുക്കും, പാതി വേണമെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഫുള്ളും എടുക്കും. ഞാൻ പറഞ്ഞേക്കാം. എന്ത് കണ്ടിട്ടാടാ നിന്റെ ഈ അഹങ്കാരം? സൂപ്പർ മുതലാളി. നിങ്ങൾ കേൾക്കണം, എന്റെ അമ്മ മരിക്കാൻ നേരത്തെ എനിക്ക് വേണ്ടി എഴുതി തന്നതാണ് ഈ ഹോട്ടല്. ഇവിടെ ചിലരിവിടെ വലിയ കയറി വന്ന് കിടക്കുന്ന ഇവിടെ ഞാൻ ഇവിടുന്ന് തുരത്ത് നോക്കിക്കോ. നീ കേക്കണം, അമ്മയുടെ മൂത്ത മകൻ ഞാനാണോ? ഞാൻ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഇവിടെ അവകാശമുണ്ട്, അതറിയാമോ? അപ്പം ആ അടുപ്പിൽ വെച്ച പരിപ്പങ്ങ് വാങ്ങി വെച്ചേര്. തന്നോടല്ല, അവിടെ പറഞ്ഞാണ്. ഇതിൽ പരം കോമഡി നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? ഇവനിപ്പം ഞെളിഞ്ഞു നിന്നോണ്ട് പറഞ്ഞല്ലോ, അന്നാണ് മൂത്ത മകനാ ഇവനെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവനല്ല മകൻ. പിന്നെ എന്റെ അമ്മയ്ക്ക് ഒരു മകനേ ഉള്ളു, അത് ഞാനാ. ഇവൻ ഏതാണെന്നറിയാമോ? എന്റെ അച്ഛൻ. ഇത് കേൾക്കണേ, അവന്റെ കഥ കേൾക്കാൻ പോയി എനിക്ക് വേണം. ഇങ്ങോട്ട് കഥ പറ. എന്റെ അച്ഛൻ ഇവിടെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വാഴയില വരുന്നത് എവിടെ നിന്നറിയോ? തമിഴ്നാട്ടിലെ സെൽവൻ എന്ന് പറഞ്ഞൊരു അണ്ണൻ കൊണ്ട് തരുന്ന സെൽവണ്ണൻ കൊണ്ട് തരുന്ന വാഴയില എന്റെ അമ്മ ഇങ്ങനെ വെട്ടിയപ്പം വാഴക്കല കൂട്ടത്തിന്റെ ഇടയിൽ കരച്ചില്
പട്ടിക്കുഞ്ഞാണ്. പട്ടിക്കുഞ്ഞല്ല. പിന്നെ? ഇവൻ ചുരുട്ടുകൂടി കിടക്കുന്ന നീ അറിയണം, അതായത് എന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടുണ്ടായിരുന്നു. വാവേണ്ട എന്നെ വിളിച്ചോണ്ടിരുന്നു, വാവേന്ന്. നിന്റെ നാക്ക് താന്ന് പോകണം. അതുപോലെ കള്ളത്തരം പറഞ്ഞ നിങ്ങളിത് കേൾക്കണം. ഇവൻ പറഞ്ഞല്ലോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. എന്റെ അമ്മ മരിക്കാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഇച്ചിരി ഗുളിക മേടിച്ചാണ് ആ പട്ടിന്ന്. എന്നിട്ട് ഇവൻ മേടിച്ചു കൊടുത്തില്ല. എന്റെ ഭാര്യയുടെ 1.5 പവന്റെ മാല കൊണ്ട് പണയം വെച്ചിട്ടാണ് ഇവനും ഇവന്റെ ഭാര്യയും കൂടെ ടൂർ പോയത്. ഊട്ടിയും കൊടൈക്കനാലും 3 ദിവസം കിടന്ന് കറങ്ങി. എന്റെ അമ്മ മരിച്ചിട്ട് പോലും ഇവര് രണ്ടുപേരും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ കൂടി നിൽക്കെ ഒറ്റമുണ്ടും ഉടുത്തോണ്ട് എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. നാണക്കേടാണ്, ചമ്മലാണ്. മുതലാളിക്ക് സാമ്പ്രാണിനെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ സർദിൽ വരും. എന്നാ വരും? സർദിൽ. സർദിൽ വരുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്തൊക്കെ നീ ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞാലും ശരി, നിന്നെ ഞാൻ ഇവിടെ തുരത്തിയിരിക്കും. ഈ കണ്ണാടി ഇത് ജനിച്ചപ്പോ മുതൽ തുടങ്ങിയ നമ്മുടെ കടയിൽ എന്നത്തെ സ്പെഷ്യൽ എന്നാടാ? ചിക്കൻ ചില്ലി ഫ്രൈ ഉണ്ട്. ബീഫ് ചീറിപ്പാഞ്ഞത്, പിന്നെ ബീഫ് ചീറി പായാത്തത്, രണ്ട് ചുട്ടെടുത്തത്, രണ്ട് ചുടാതെ ചുട്ടുണ്ട്. ഫ്രൈ ആക്കിയത്. ഓ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എടാ ഇത് മാത്രം മതിയടാ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പച്ച പിടിക്കാൻ. കസ്റ്റമർ വരാൻ നേരത്തെ അവർക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സാധനം കൊടുത്തേക്കണം. ഇങ്ങോട്ട് വരൂ. നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് എല്ലാരും കേക്ക് ഒച്ചത്തിൽ വിളിച്ചു പറയൂ. പിഴച്ച കോഴി, ചപ്പാത്തി, പൊരിച്ച കോഴി. വേറെന്തുണ്ട്? വേറെ എന്റെ വക കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ചക്കക്കുരുത്തോരൻ, ഉരുളക്കിഴങ്ങ് അവിച്ചത്, ചെറുപയർ കറി, പരിപ്പ് കറി, മമ്പയർ കറി. അത് ചാലക്കടയാണോ കമ്പപ്പറയാണോ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? സ്പെഷ്യൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചൈനീസിലേക്ക് കടന്നാലോ? ചൈനീസ്, ഞങ്ങൾ ചൈനീസ് ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങോട്ട് വന്നേ. അമ്മാര് ഇരിക്കുന്നോണ്ടാ ഞാൻ ഉറക്കെ പറഞ്ഞത്. എടാ നീ എന്തുണ്ടാക്കിയാലും ഒരുപോലെ ഇരിക്കുവാ. പിന്നെ ചൈനക്കാരെല്ലാം ഒരുപോലെ, അച്ഛനും അമ്മയും ചേട്ടനും പെങ്ങളും എല്ലാരും ഒരുപോലെ അല്ലേ ഇരിക്കണേ. അതുപോലെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്തേലും ഉണ്ടാക്ക്. നമുക്കും അവന്മാരുണ്ടാക്കും പോലെ ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കിയല്ല. അവന്മാരവിടെ നിൽക്കുന്നോണ്ട് ഞാൻ ഒന്നും വിളിച്ച് ഞാൻ പറയുന്നില്ല. അതിന് നിനക്ക് ചൈനീസ് ഉണ്ടാക്കാൻ അറിയാവോ? യൂട്യൂബ് നമുക്ക് പഠിക്കാമല്ലോ മുതലേ. നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കണ്ട ആ പേരും പറഞ്ഞോണ്ട്. ഞാൻ കാണുന്നതല്ല നിന്റെ യൂട്യൂബിലെ ചൈനീസ്. കസ്റ്റമർ വരുന്നുണ്ട്. ഇവിടെ നല്ല ഫുഡുണ്ട്. ഇവിടെ കഴിക്കാം, ഇവിടെ കഴിക്കാം. അല്ല തട്ടി വീഴല്ലേ, കുഴപ്പമില്ല. വളരെ വെറൈറ്റി ആണല്ലോ മൊത്തത്തിൽ ഹോട്ടലിൽ. ഇരുന്നത് ഗംഭീരായിട്ടുണ്ട്. ഇതന്നെ ഈ ഫോട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം. എന്റെ അച്ഛന്റെ ഫോട്ടോയാ. ഒരുവിധം എനിക്കും ഒരുവിധം ഇളയ മോനും കൊടുത്തു. അവൻ പോയി കേസ് അവൻ ഗുണമില്ല. ഞാനാണ് ഇതൊക്കെ നോക്കി നടക്കുന്നത്. ഫുഡ് നല്ല ഫുഡുണ്ട് ആണല്ലേ? നേരത്തെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടില്ലല്ലോ. അതാ കാണാത്തത്. ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ദൂരെന്ന് പറയുമ്പോ ആലപ്പുഴന്നാ. അടുത്ത ആശുപത്രി വന്നതായിരുന്നു. വൈഫ് പ്രസവിച്ചു, ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നതാ. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു. വേറെ എന്നാ ഉണ്ട് കഴിക്കാൻ? വേറെ കപ്പയും അപ്പം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 അപ്പയും 1 കപ്പും എടുത്തു. ശരി മമ്മി. എന്തൊക്കെ വാർത്തകളാണ് ഈ പത്രത്തിൽ കിടക്കുന്നത്. ഇതുകൊണ്ടോ രക്തം കൊടുക്കാൻ പോയ സഹോദരങ്ങൾ കപ്പയും അപ്പവും തിന്നു മരണപ്പെട്ടു. വലിയ പ്രശ്നമുള്ള കാര്യമല്ലേ? ഈ രക്തം കൊടുത്തതിന് ശേഷം പോഷകാഹാരങ്ങൾ കഴിക്കണം. അതിന്റെ കൂട്ടത്തിൽ യാതൊരു ചേർമയില്ലാതെ ഈ അപ്പവും കപ്പയും കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ചോര ഛർദിച്ച് നമ്മുടെ കണ്ണും കണ്ണി വൃക്കയ്ക്ക് കംപ്ലൈന്റ് ആയി വലിയ പ്രശ്നമാവും. നമ്മളെ ഈ കടയിൽ കപ്പയും ചിക്കനൊന്നും വെക്കണ്ട മുതലാളി. അതല്ല മുതലാളി, നമ്മളെ കടയിൽ പോഷകാഹാരം ഇല്ലേ? നമ്മുടെ കടയിലെ പോഷകാഹാരമാണ് ശരിക്കും കഴിക്കേണ്ടത്. അതാണ്. പിന്നെ ചിലരുടെ യോഗം മരിക്കാനാണെങ്കിൽ മരിക്കട്ടെ. കപ്പ ഗ്യാസ് കയറും. ഓർഡർ ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല. ഇങ്ങോട്ട് അതാണ് കച്ചവടം പഠിക്കുക തന്നെ വേണം. കൊടുക്കും. നല്ല പോഷകാഹാരമാണ്. ചിക്കൻ വറുത്തുണ്ട്, മട്ടൻ വറുത്തുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ടക്കായ ഉണ്ട്, ചിക്കൻ ടിക്കായ ഉണ്ട്, ചിക്കൻ ടൊക്കായ ഉണ്ട്. എന്ത് വേണോന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങൾ തരുവാ. അപ്പൊ ഒരു ചിക്കൻ ടിക്കായും 1 ചിക്കൻ ടുക്കായും എടുത്തു. 4 പൊറോട്ടയും. എന്തൊക്കെ വാർത്തകളാ വന്നോണ്ടിരിക്കുന്നല്ലേ? എന്നാ മുതലാളി? പക്ഷിപ്പനി ബാധിച്ച കോഴിയെ തിന്ന 4 പേർ മരണമടഞ്ഞു. ഇപ്പൊ കോഴി കഴിക്കരുത്, അറിയാമോ? അതിനകത്തില്ലല്ലോ അങ്ങനെ. എന്റെ പൊന്നണ്ണ, നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാ അതോ ബ്ലഡ് കൊടുക്കാൻ കൊണ്ടുവന്നതാ? നമുക്കൊരു കാര്യം ചെയ്യാം. വേറെ ഹോട്ടലുണ്ടല്ലോ ടൗണിൽ.
എന്നൊക്കെ എന്നാത്തിന്റെ ഇതാണ് എങ്ങനെയുണ്ട്? ആർക്കും ഇല്ലാതായില്ലോടാ. നീ എന്നെ കച്ചവടം പഠിപ്പിക്കണോ? നീ എന്നെ കച്ചവടം പഠിക്കില്ല മോനെ നിന്നെ ഞാൻ ഇവിടുത്തെ ചുരുട്ടിയില്ലെങ്കിൽ നീ നോക്കിക്കോളാം. ഒരു മണിക്കൂർ മുമ്പേ ഉണ്ടായവനാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ ചുരുട്ടൂടാ. നമുക്ക് കാണാം. എന്റെ അടിച്ചതിനകത്ത് കയറിയ കൊണ്ട് അങ്ങനെ മുതലാളി ഞാൻ വീഴ്ചയില്ല. കേറിപ്പോയി എന്തോ കണ്ടോണ്ടിരിക്കുവാ. രണ്ടുപേരും വരണ്ട. നീ ഇവിടെ നിന്നോ. വരണം സാറേ. ഈ പപ്പാതി ഹോട്ടൽ അല്ല സാറേ, ഇവിടെ കുഴിമന്തി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് ചില്ലി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്. ഞാൻ അതിനൊന്നും വന്നതല്ല. പിന്നെ ഞാനൊരു എൻക്വയറിക്ക് വന്നതാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ചൂടോടെ തരാം. എന്ത് എഗ് ഫ്രൈ? ഇവിടെ വിവരമുള്ള ആരുമില്ലേ? ഉണ്ട്. അതെ, ഇത് തന്നെയല്ലേ പപ്പാതി ഹോട്ടൽ? ഇതിന്റെ ഓണർ വൺ മിസ്റ്റർ സുരേഷ് ബാങ്കിൽ വന്നിരുന്നു. ആരാത്? എന്റെ സ്വന്തം മുതലാളി. എന്ത് പുള്ളിയാത്തോണ്ട് സാറേ. ഇരുത്ത് കഴിക്ക്. ചക്കൻ ടിക്ക ചിക്കൻ ടുക്ക എന്ത് വേണം കഴിക്കാൻ വന്നതല്ല. പറയട്ടെ കഴിക്കാൻ വന്നല്ല. കഴിഞ്ഞ ദിവസം ബാങ്കിൽ വന്ന് ഞങ്ങളുടെ ബാങ്കിൽ വന്ന് ഒരു ലോൺ അപേക്ഷിച്ചായിരുന്നല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ പറഞ്ഞാൽ മതി. പതുക്കെ പറ. അല്ല ഞങ്ങളെ എന്താന്ന് വെച്ചാൽ ഞാൻ നന്നാകുന്നത് കാണാൻ മേലാത്ത കുറേ ശത്രുക്കൾ എനിക്കുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ശരി. ഞങ്ങൾ അതിന്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ്. നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണോ എന്നറിയാൻ. അതെ, ആധാരത്തിൽ സുരേഷ് എന്ന് പറയുന്നത് താങ്കളല്ലേ? അതിന് കൂടെ ഒരു രാജേഷ് എന്ന് പറഞ്ഞ ഇവിടെ കാണുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ ഒരു വകയിലെ ഞങ്ങളുടെ ഒരു ചേട്ടനാണ്. ആണല്ലേ? അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? പുള്ളി മരിച്ചുപോയി. അയ്യോ, എന്റെ മുതലാളി മരിച്ചു. ഞാൻ ഇപ്പോഴും ഇവിടെ കണ്ടിട്ട് വന്നതാണ്. അതെന്നറിയാം, പുള്ളി ആ മരിച്ച സമയത്ത് നമ്മൾ അറിയിച്ചില്ല. കാരണം പുള്ളിക്ക് മാനസിക വിഭ്രാന്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടെ ഇല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യ ജീവനോടുണ്ട്. പക്ഷെ അതിനകത്തൊരു വേറൊരു ട്വിസ്റ്റ് നടന്നു. എന്ത് പറ്റി? ഈ ഭാര്യ അവരുടെ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി. എപ്പോ? എന്റെ കൂടെ ഇല്ല കേട്ടോ. അപ്പോ ഭാര്യ അങ്ങനെ പോയി. മക്കളാരെങ്കിലും ഉണ്ടോ? മക്കളില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ താങ്കൾ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളെ ബാങ്കിലോട്ട് വാ. ഓക്കെ. എന്നിട്ട് കുറച്ച് ഒപ്പിടേണ്ടി വരും. ഒരു കുഴപ്പമില്ല. അപ്പൊ മരിച്ചുപോയ ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റോടെ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ലോൺ ഉടനെ പാസ്സാക്കി തരാം. ഓക്കെ സാർ. സന്തോഷം. ആയിക്കോട്ടെ. ശരി, എനിക്ക് മനസ്സിലായി എല്ലാ കാര്യവും. എന്നെ ഒന്നും പിടിച്ചൊന്നും ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് അത് കേൾക്കട്ടാ. എടാ, ഈ ഹോട്ടലിന് ഒരു 50 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി പോവാ. ഈ ഹോട്ടൽ അങ്ങോട്ട് വെക്കുന്നത് നിസാര ഹോട്ടലല്ല, ഒരു കിടുക്ക ഹോട്ടലാണ് ഞാൻ അങ്ങോട്ട് വെക്കുന്നത്. ഇനി ഇവരെ ഞാൻ തുരത്തി പറഞ്ഞങ്ങ് വിടും. അവന് ഇതിനകത്ത് വീതമൊന്നും ഇല്ല. ഈ ഹോട്ടൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നീ ആരാ? ഈ ഹോട്ടലിന്റെ മാനേജർ. സത്യമാണോ? പിന്നെ നിന്റെ ഈ വേഷമൊക്കെ അങ്ങ് മാറും. പിന്നെ നീ കോട്ടും സൂട്ടൊക്കെ ഇട്ടോണ്ടായിരിക്കും നീ റിസപ്ഷനിൽ ഇരിക്കുന്നത്. നീ ആരാ? മാനേജർ. ഒരു കാരണവശാലും ഈ കാര്യം നിന്റെ മുതലാളി അറിയരുത്. പാടില്ല. അറിയാതിരുന്നാൽ നിനക്ക് ഞാനൊരു 10,000 രൂപ ആരും അറിയാതെ ഉറപ്പാണോ? ഉറപ്പായിട്ടും തരും. പറയരുത്. അറിയത്തില്ല. ദൈവത്തിനാണ് പറയത്തില്ല. എന്നെ തൊട്ട് സത്യം ചെയ്യും. മുതലാളിയാണോ? സത്യം പറയത്തില്ല. എനിക്ക് വിശ്വാസമാവന. പറയില്ല. പറയത്തില്ല എന്ന് പറഞ്ഞ, പക്ഷേ ഇതിനപ്പുറം കയറിയാൽ ഞാൻ പറയും. അറിഞ്ഞോ? മുതലാളി അകത്തുകാരെ സൂചിച്ചു ഉറങ്ങുവായിരുന്നു. കാര്യം പറയണം. ഈ കട പണയം വെച്ചിട്ട് പൈസ എടുക്കാൻ പോണെന്ന്. അങ്ങനെ ഇതാണ് കുറച്ച് നാളായിട്ട് ഇവിടെ കിടന്ന് മണത്തതല്ലേ? ഞാൻ എന്റെ അമ്മയുടെ മൂത്ത മോനാണെങ്കിൽ ഇവിടെ ഒരു ഈച്ച കുഞ്ഞ് അനകത്തില്ല. നിനക്ക് ലോൺ കിട്ടാൻ പോകില്ല. പൊന്നു മോനെ, ഞാൻ ഈ ഹോട്ടൽ ഉണ്ടെങ്കിൽ ഞാൻ പണയം വെക്കും. ഇടുക്കൽ ഒരു ഹോട്ടൽ പണിയും. നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടും. 50 ലക്ഷം രൂപ ഞാൻ മേടിക്കും. നീ പണയം വെക്കും. ഇത് കുറെ കാലം കൊണ്ട് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൈ കൊടുത്ത് അങ്ങ് കെട്ടിപ്പിടിച്ചാട്ടെ. അത് നടക്കുന്നൊന്നുമില്ല. ഇങ്ങോട്ടും മുതലാളി എന്നെ നോക്കണ്ട. ഒന്നുമില്ല. ചേരുമ്പടി ചേർന്നാല് എന്റെ കൈ വിട അങ്ങോട്ട്. ശരി, എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ചതിക്കരുത്. നീ എനിക്ക് അതാ നിന്നോട് പറയാം. നീ എന്നെ ചതിക്കരുത്. നിന്റെ നിറം മാറില്ല. 10 പൈസ കണ്ടെങ്കിൽ നിറം മാറില്ല. അതൊന്നും മാറത്തില്ല. കിട്ടിക്കഴിഞ്ഞാൽ ലോൺ നമ്മൾ 50-50 ആയിട്ട് എടുക്കും. അതാണല്ലോ. പക്ഷെ ഹോട്ടൽ ഞാൻ നടത്തും. ഹോട്ടലിൽ പക്ഷെ ക്യാഷ്യറിൽ ഞായിരിക്കും. പക്ഷെ വൈകിട്ട് പൈസ ഞാൻ കൊണ്ടുപോകും. അത് ഞാൻ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താ നിന്റെ സ്വഭാവം മാറിയെന്ന് അറിയാൻ. ആയിക്കോട്ടെ. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ഇനി രണ്ടാഴ്ചയിരിക്കുന്ന അച്ഛനെ രണ്ടുപേരും പോയി ഒന്നാക്കിയാണ്. എല്ലാം ഒന്നാക്കണം. എല്ലാം
ചെല്ല് മുതലാളി. എല്ലാം അടുപ്പിച്ചിട്ട്. ക്ഷമിക്കണം ഞങ്ങളോട്. ഇനി അല്ലേ അച്ഛനും വരട്ടെ. ഞങ്ങളുടെ അച്ഛൻ ഒന്നിച്ചിരിക്കണം, അതാ ഞങ്ങളുടെ സന്തോഷം. അതെ. വാ. ഇപ്പഴാ കേട്ടാ? correct. ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. സന്തോഷമായിട്ട് അത്രേ ഉള്ളൂ. ഒരുമിച്ച് വലിയൊരു ഹോട്ടൽ കെട്ടി അതെ. നമ്മൾ അടിപൊളിയാവും. 2 നില വേണം. അതാണ്. അതെ ഇത് മൂക്കില്ലേ അച്ഛന്? അയ്യോ, എന്റെ അമ്മ എന്റെ കൈ തന്നപ്പോ അത്രേ ഉള്ളായിരുന്നു, എന്റെ തന്നോളൂ. ആശുപത്രി വെച്ചല്ലേ നിന്റെ തന്നെ? അതെ. എന്റെ കയ്യിൽ ഇത്ര പൈസ തന്നിട്ടുള്ളൂ. ഇതിനകത്ത് കുഴപ്പമെന്താ ഇപ്പൊ? അത് ഇച്ചിരൂടെ അടുപ്പിച്ച് വെച്ചാണ്. ഇതായതുകൊണ്ടില്ലേ? ഏയ്, ഇത്ര ഉള്ളത് ആരുടെ മൂക്കെടുത്തോണ്ട് പോയത്? ബാക്കി പിന്നെ ഉടപ്പം നോക്കി. നീ സൂക്ഷിക്കാത്തതിന്റെ കുഴപ്പമുണ്ട് ഇത് കേട്ടോ. അതല്ലെന്നേ, ഞാൻ പറഞ്ഞു ഇനി അമ്മ കീറിയപ്പെടാൻ പോയതാണോന്നും എനിക്കറിയാം. ഞാനത് അങ്ങനെ പറഞ്ഞ നിന്നോട് ഞാൻ സൂക്ഷിച്ചു വെക്കണം, അമ്മ തന്നപ്പം തൊട്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അയ്യോ ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചതാന്ന്. നീ പോവാന്ന്. ഞങ്ങളൊരു സന്തോഷമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോ പോകരുത്. ഞാൻ പറയുന്നേക്ക്, നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ട്. അതല്ലെന്ന് ഇതേ എന്റെ അമ്മ തന്ന ഒരു സംഭവമാണ്, ചെറിയൊരു സംശയമാണ്. ശരിയാവോ നോക്കട്ടെ. അയ്യോ എന്റെ അച്ഛനാണ്, എന്റെ അച്ഛനായത്. അയ്യോ അല്ല, അത് ഞങ്ങളുടെ അച്ഛനാണ്. അല്ലെന്ന് എന്റെ അച്ഛനാണ്, മൂക്ക് കഴിച്ച എന്റെ അച്ഛൻ. ഇത് നിനക്ക് ഈ പീസ് എവിടുത്തെ കിട്ടി? ആശുപത്രി കിടക്ക വെച്ച് അമ്മ മരിക്കാൻ നേരത്ത് തന്ന അച്ഛന്റെ ഒരേ ഒരു തെളിവാന്നും പറഞ്ഞ് തന്ന. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വലിയേട്ടൻ, കുഞ്ഞനിയൻ, കൊച്ചേട്ടൻ, കുഞ്ഞനിയൻ, വലിയേച്ചി, കുഞ്ഞേച്ചി. അല്ല, അത് അനിയത്തി, അത് നിന്റെ ചേട്ടത്തിയമ്മ. അല്ല അല്ല അയ്യോ അനിയത്തിക്ക, 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 ഞങ്ങൾക്ക് അനിയത്തിക്കിലോ കിട്ടിയല്ലോ, അനിയത്തിക്കിലോ കിട്ടിയല്ലോ. അപ്പൊ ഇനി നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നു, ഞങ്ങളുടെ അനിയൻകുട്ടൻ. എന്നാലും ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടോ. എന്താ വിഷയം? നമ്മള് ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അതെ. അതെന്തായാലും 50 ലക്ഷം രൂപ നമുക്ക് കിട്ടും. അപ്പൊ അത് നമ്മൾ 3ആയിട്ട് ഭാഗിക്കേണ്ടി വരത്തില്ലേ? ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇവനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുവല്ലേ, ഇവൻ വെറും ചതിയനാന്ന്. നിർത്ത്. ഇവനോ നീയോ ഇവനോ അല്ല ഇവിടുത്തെ ചതിയന്മാര്. ഇവിടുത്തെ യഥാർത്ഥ ചതിയൻ നിങ്ങളുടെ ഈ തന്ത.